തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ട് സുനിൽകുമാറിനെതിരെ പീഡനത്തിന് കേസെടുത്ത പോലീസ്. തിരുവനന്തപുരം സ്വദേശിനിയായ സ്ത്രീയാണ് പരാതി നൽകിയിരുന്നത്. ഡോക്ടർ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. അതേസമയം പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയ സ്ത്രീ പണം ആവശ്യപ്പെട്ട് നിരവധി തവണ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഡോക്ടർ സുനിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ കേസെടുക്കാൻ ആസ്പദമായ സംഭവം നടക്കുന്നത് എപ്പോഴാണ്? മറ്റൊന്ന്, ഈ പരാതിക്കാർക്ക് നേരെയും ഒരു ആരോപണമുണ്ടല്ലോ, അതിലെന്തെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ? പരാതിക്കാരിക്കെതിരെയുള്ള ആരോപണത്തിൽ ഇതുവരെ നടപടിയില്ല. കാരണം അതൊരു മൊഴി മാത്രമാണ്. ഇതുവരെയും ഈ പരാതിക്കാരിക്കെതിരെ ഒരു കൗണ്ടർ പെറ്റീഷനൊന്നും ഈ ഡോക്ടർ നൽകുകയും ചെയ്തിട്ടില്ല. അതെന്തായാലും പരിശോധിച്ച് വരികയാണ്. ഇതിൻ്റെ ഒരു വസ്തുത എത്രത്തോളമാണെന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയും ഇതിൻ്റെ അന്വേഷണം നടത്തി വരികയും ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2023 മുതൽ ഈ പരാതിക്കാരിയെ ഡോക്ടർക്ക് പരിചയമുണ്ട്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ് ഈ സ്ത്രീ. ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് എത്തുന്ന സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത്. അതിനുശേഷം നിരവധി തവണ പിന്നീടും ഇവർ തമ്മിൽ കാണുകയും വിവിധയിടങ്ങളിലൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ഇവരെ വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് പീഡനത്തിന് ഇരയാക്കിയെന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഡോക്ടറുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ യുവതിയുമായി പരിചയമുണ്ട്, ബന്ധമുണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താൻ ആരെയും ബലാത്സംഗം ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ബന്ധത്തിൻ്റെ പേരിൽ നിരവധി തവണ ഈ ഡോക്ടറുടെ കൈവശം നിന്ന് ഇവർ പണം ആവശ്യപ്പെട്ടിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ ഇയാൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇയാൾ കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് അതിൻ്റെ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പണം നൽകിയില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന ഒരു ആരോപണമാണ് ഡോക്ടർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മൊഴി വിശദമായി പോലീസ് പരിശോധിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് കേസെടുത്ത് അന്വേഷണമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അല്പമൊക്കെ കഴമ്പുണ്ടെന്നുള്ള സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവർ പറയുന്ന സമയങ്ങളിലൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇവർ ഒരുമിച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ എന്തായാലും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.